വീട്ടകങ്ങൾ കുരുതിക്കളമാകുന്ന വാർത്തകൾ ഇങ്ങനെ നിത്യേന വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ പയ്യന്നൂരിൽ പേരമകന്റെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക കൊല്ലപ്പെട്ടു. മണിയറ കാർത്തിയായനെയാണ് കൊല്ലപ്പെട്ടത്. ഈ മാസം 11-നായിരുന്നു റിജു മുത്തശ്ശിയെ മർദ്ദിച്ചത്. ഫെലിക്സ് ഉണ്ട് വിശദാംശങ്ങളുമായി. ഫെലിക്സ്, ഈ റിജു പോലീസ് കസ്റ്റഡിയിൽ അന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. എന്ത് കാരണത്തിലാണ് ഈ വയോധികയെ ക്രൂരമായി മർദ്ദിച്ചതും ഇപ്പോൾ കൊലപാതകം സംഭവിച്ചിരിക്കുന്നത്? പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ അല്പം മുമ്പാണ് ഈ പയ്യന്നൂർ കണ്ടങ്ങാളി സോമേശ്വരി ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന കാർത്തിയാനി അമ്മയുടെ മരണം സംഭവിച്ചത്. ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് ഇക്കഴിഞ്ഞ 11-ാം തീയതിയാണ്. ഉച്ചയോടുകൂടി തന്നെ ഈ വീട്ടിൽ, അതായത് കൊച്ചുമകനൊപ്പം വീട്ടിൽ താമസിക്കുകയായിരുന്നു ഈ കാർത്തിയാനി അമ്മ. ഇതിനുള്ള വിരോധത്താലാണ് ഈ കൊച്ചുമകൻ ഈ മുത്തശ്ശിയെ തടഞ്ഞു വെച്ച് കൈകൊണ്ട് അടിച്ച് പരിക്കേൽപ്പിക്കുകയും ഒപ്പം തന്നെ തള്ളി നിലത്തിടുകയും ചെയ്തത്. ഈ കാർത്തിയാനി അമ്മയെ പരിചരിക്കുന്ന ഹോം നേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അവരാണ് ഇത് സംബന്ധിച്ച പരാതി പയ്യന്നൂർ പോലീസിൽ നൽകിയത്. തുടർന്ന് ഇയാളെ റിജുവിനെതിരെ കേസെടുക്കുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. അതിക്രൂരമായ മർദ്ദനമാണ് ഈ 88 വയസ്സുള്ള കാർത്തിയാനി അമ്മയ്ക്ക് നേരിടേണ്ടി വന്നത്. അവരുടെ കയ്യിലടക്കം ഗുരുതരമായി പരിക്കേറ്റു, തലയ്ക്കും പരിക്കേറ്റു. അങ്ങനെയാണ് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത്. അങ്ങനെ ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുകയാണ് ഉണ്ടായത്. ഈ പ്രതിയായ റിജുവിനെ പയ്യന്നൂർ പോലീസ് നേരത്തെ തന്നെ കസ്റ്റഡി എടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഇനിയിപ്പോൾ കൊലക്കുറ്റമടക്കം ചുമത്താനാണ് പോലീസിന്റെ നീക്കം. ശരി, ഈ മാസം 11-നായിരുന്നു റിജു കാർത്തിയാനി അമ്മയെ ക്രൂരമായി മർദ്ദിച്ചത്. ഒടുവിൽ ആ മുത്തശ്ശി കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് ഫെലിക്സ് പങ്കുവെക്കുന്നത്.